നെഹ്റു സ്മരണയിൽ ഇന്ന് ശിശുദിനം ആഘോഷിച്ചു. ജാതിമത വേർതിരിവില്ലാതെ പരസ്പര സ്നേഹത്തിൽ കെട്ടിപ്പടുക്കേണ്ടതാണ് കുട്ടികൾക്കിടയിൽ സൗഹൃദമെന്ന സന്ദേശം പകർന്നു നൽകിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരവാണ് ഈ ദിനത്തിലെ ആഘോഷങ്ങൾ. മാള ഉപജില്ലാ കലോത്സവം സമാപിച്ചു. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഫസ്റ്റ് നേടി. ജനറൽ വിഭാഗത്തിൽ 504 പോയിന്റ് നേടിയാണ് സ്കൂൾ ചാമ്പ്യന്മാരായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 നാടെങ്ങും ശിശുദിനാഘോഷം നടന്നു. കുട്ടികളുടെ ചാച്ചാജിയുടെ 135ാമത് പിറന്നാൾ വിവിധ പരിപാടികളോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ആഘോഷിച്ചത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ചൈതന്യ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. ബ്ലോക്ക് മെമ്പർ സുമിത ദിലീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ ശ്രീദേവി, ഹെൽപ്പർ സിനി റോബിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം സംഘടിപ്പിച്ച ശിശുദിനാഘോഷം ശ്രദ്ധേയമായി. പ്രത്യേകമായി സംഘടിപ്പിച്ച ശിശുദിന അസംബ്ലിയിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകി. മുളനാഴിയിൽ വളർത്തിയ റോസാ ചെടികൾ കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് സ്നേഹാദരമായി സമർപ്പിച്ചു. ശിശുദിന റാലിക്ക് ശേഷം നടന്ന കലാപരിപാടിയിൽ ചാച്ചാ നെഹ്റുവിന്റെ മഹത് വചനങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച കുട്ടികൾ സദസ്സിന് അവയുടെ വിശദീകരണങ്ങൾ നൽകി. ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രത്തിന്റെ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ V. ഇന്ദു, പ്രധാനാധ്യാപിക NS ഷീബ, അധ്യാപകമാരായ SI ഷക്കീര, ഷാരിക ആനന്ദൻ, സിജി വിജയൻ, PJ ഹസീന, PTA അംഗങ്ങളായ കുൽസു, ഹിന, സുബി, ഷക്കീന, ഷാജിദ എന്നിവർ നേതൃത്വം നൽകി. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കുരുവിലശ്ശേരി അംഗനവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. വിജയികളായ കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകി. വിയാർപുരം, തച്ചുടപ്പറമ്പ് 32, 33 വാർഡുകളിലെ ജവഹർ, ചാച്ചാജി, പ്രിയദർശിനി, ഐശ്വര്യ അംഗനവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി. വിയാർപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി കൗൺസിലർ ഷിബു വാലപ്പൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. അംഗനവാടി ടീച്ചർമാരായ സിന്ധു തിലകൻ, ജെസി ബിജു, ആതിര വിജയൻ, കാർത്തിക സുനിൽ, ഹെൽപ്പർമാരായ ജയരാജൻ, ബിജി തങ്കച്ചൻ, മീനു കുട്ടപ്പൻ, ഉഷ മണിശർമ്മ, ആശാ വർക്കർമാരായ പ്രസീത സന്ദീപ്, റോൺസി ബിജു എന്നിവർ നേതൃത്വം നൽകി. മേലടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ശിശുദിനത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രീ പ്രൈമറിയിലെ കുഞ്ഞുങ്ങൾ നേതൃത്വം നൽകിയ അസംബ്ലിയോടുകൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് മത്സരത്തിൽ വിജയികളായവർക്ക് പ്രധാന അധ്യാപിക TK ഷാനി സമ്മാനദാനം നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാത്തിമ NA മുണ്ടിനീര് പകർച്ചവ്യാധിയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. എറണാകുളം സ്റ്റെപ്പ് അപ്പ് ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഗായത്രി ദേവി, ഐറിൻ ജിമ്മി, ഫാത്തിമ റാണ എന്നിവർ അവബോധന ക്ലാസുകൾ നൽകി. കുട്ടികളുടെ കലാവിരുന്നിനൊപ്പം പായസവും മധുര പലഹാരവും നൽകി ശിശുദിനാഘോഷങ്ങൾക്ക് സമാപനമായി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ മിനി പാർക്ക് ഒരുക്കി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജെറി അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി മുഖ്യാതിഥിയായി. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രത്യേക അസംബ്ലിയോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. പ്രച്ഛന്നവേഷം, ഗ്രൂപ്പ് ഡാൻസ്, പ്രസംഗം, സ്കിറ്റ്, ടാബ്ലോ, ടാലന്റ് ഇവന്റ് തുടങ്ങിയ പരിപാടികൾ നടത്തി. പ്രിൻസിപ്പാൾ KG ഷൈനി കുട്ടികൾക്ക് ശിശുദിനാശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി സുമം VP, ഹിമാശ്യാം, രേഷ്മ സുജിത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
കോട്ടപ്പുറം സാന്റാമരിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം നടന്നു. ചാച്ചാജിയുടെ വേഷം ധരിച്ച കുട്ടികൾ അണിനിരന്ന റാലി നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് PTA പണിതു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥം നടന്ന കൂപ്പൺ പദ്ധതിയുടെ നറുക്കെടുപ്പും നടന്നു. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് PF ലോറൻസ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് മാള. മാള ഉപജില്ലാ കലോത്സവം സമാപിച്ചു. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഫസ്റ്റ് നേടി. ജനറൽ വിഭാഗത്തിൽ 504 പോയിന്റ് നേടിയാണ് സ്കൂൾ ചാമ്പ്യന്മാരായത്. 462 പോയിന്റ് നേടി മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും 447 പോയിന്റ് നേടി കുഴിക്കാട്ടുശ്ശേരി സെയിന്റ് മേരീസ് GHSS മൂന്നാം സ്ഥാനവും നേടി. SCLPS കോട്ടയ്ക്കൽ മാള LP ജനറൽ ഓവറോൾ, സെയിന്റ് ജോസഫ് EMHSS ആളൂർ UP ജനറൽ ഓവറോൾ, സെയിന്റ് മേരീസ് GHSS കുഴിക്കാട്ടുശ്ശേരി HS ജനറൽ ഓവറോൾ, സെയിന്റ് ആന്റണീസ് HSS മാള HSS ജനറൽ ഓവറോൾ, LP അറബിക് ഓവറോൾ, സെയിന്റ് മേരീസ് LPS വെളയനാട്, ULPS മാമ്പറ, ALPS കൊറ്റനെല്ലൂർ, SCLPS കോട്ടയ്ക്കൽ മാള, DPMUPS ചക്കാമ്പറമ്പ് UP അറബിക് ഓവറോൾ, GSHS അഷ്ടമിച്ചിറ HS അറബിക് ഓവറോൾ, SCGHSS കോട്ടയ്ക്കൽ മാള UP സാൻസ്ക്രിത് ഓവറോൾ, RMHSS ആളൂർ HS സാൻസ്ക്രിത് ഓവറോൾ എന്നിവയാണ് ഓവറോൾ ഒന്നാം സമ്മാനങ്ങൾ നേടിയ വിദ്യാലയങ്ങൾ. മാള ഉപജില്ലാ കലോത്സവത്തിൽ SNDP HSS പാലിശ്ശേരിക്ക് ഓവറോൾ കിരീടം. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കലാഭിരുചിയെ വളർത്തിയെടുക്കുന്നതിന് അവരുടെ എല്ലാം തന്നെ നല്ല വ്യക്തിത്വ രൂപീകരണത്തിന് ഈ വേദി കടമൊരുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആ കുട്ടികളുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുവാൻ, അവരുടെ എല്ലാ അപകർഷതാബോധവും മാറ്റിയെടുക്കുവാൻ, എല്ലാ വേദികളിലേക്കും പുതിയ കലാകാരികളും കലാകാരന്മാരുമായിട്ട് വളർന്നു വരുന്നതിന് നമ്മുടെ ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുന്ന കലാകാരന്മാർ അവർക്കെല്ലാം നല്ല മാതൃകയായിട്ട് ഉയർന്നു വരുന്നു. വിവിധ തലങ്ങളിലേക്ക് വളരുന്നതിനുമുള്ളൊരു വേദിയായിട്ട് അതിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് ഈ കലോത്സവത്തെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ഇതിലപ്പുറമായിട്ടൊന്നും കാണാൻ അധ്യാപകർ ശ്രമിക്കരുത്, ഇതിലപ്പുറമായിട്ടൊന്നും കാണാൻ രക്ഷിതാക്കൾ ശ്രമിക്കരുത്, ഇതിലപ്പുറമായിട്ട് കാണാൻ അധ്യാപക സമൂഹവും അതോടൊപ്പം വിദ്യാർത്ഥികളും ശ്രമിക്കരുത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് മുഖ്യാതിഥിയായി. AO KK സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു. മുൻകാല കലാപ്രതിഭകളായ അശ്വിൻ R, അഞ്ജലി സത്യനാഥ്, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവരെ ആദരിച്ചു. പാലിശ്ശേരി ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ പൂരത്തിമിർപ്പിൽ ആറാടിച്ച കലയുടെ മാമാങ്കം മാള ഉപജില്ലാ സ്കൂൾ കലോത്സവം 2024 സമാപിച്ചു. 3 പകലും 2 രാവും നീണ്ടുനിന്ന ഉത്സവാഘോഷം പാലിശ്ശേരിക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ആതിഥ്യ മര്യാദ പ്രശംസനീയം. പഞ്ചാര മിഠായി മുതൽ പായസം വരെ വിളമ്പിയ രുചിവൈവിധ്യം, സാഹിത്യം, കല, സംസ്കാരം എന്നിവയുടെ സംയോജനം എവിടെയായിരുന്നാലും അനിർവചനീയം തന്നെയാണ്. ചുരുക്കം ചില പരാതികളും പരിഭവങ്ങളും ഒഴിച്ചാൽ മനോഹരമായി തന്നെയാണ് ഈ കലോത്സവം പാലിശ്ശേരിയുടെ മണ്ണിൽ നിന്നും അടുത്ത വർഷത്തെ കൂട്ടിലേക്ക് യാത്രയാകുന്നത്. വഴികൾ അനന്തമാണ്. പഴയ വഴിയുടെ ഓരത്താണ് പുതിയ വഴികളിലേക്കുള്ള ചിന്തകൾ കുതിക്കുന്നത്. കവി വയലാർ പറഞ്ഞതുപോലെ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വീണ്ടും കാത്തിരിപ്പാണ് അടുത്ത സർഗവേദികളിലേക്ക്. പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും. മീഡിയ ടൈം മാള. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പോലീസും കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. 2ാമത്തെ പ്ലാറ്റ്ഫോമിലെ തെക്കേയറ്റത്തുള്ള എക്സലേറ്ററിന് സമീപമാണ് പ്ലാസ്റ്റിക് സഞ്ചിയിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. ആൾ സഞ്ചാരമില്ലാത്ത ഇടത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. സമീപത്തൊന്നും ഉടമസ്ഥരെന്ന് തോന്നുന്ന ആരുമില്ലായിരുന്നു. ഏകദേശം ഉച്ചയുടെ ധൻബാദ് എക്സ്പ്രസ് പോയതിനു ശേഷമായിരുന്നു സംയുക്ത പരിശോധനയിൽ റെയിൽവേ പോലീസും കേരള പോലീസും കഞ്ചാവ് കണ്ടെത്തിയത്.
കഞ്ചാവിന് ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് കേരള പോലീസ് റെയിൽവേ SHO തോമസ് KO പറഞ്ഞു. 12:25 മണിയോടെ നമ്മൾ കേരള റെയിൽവേ പോലീസും അതുപോലെ RPF ചേർന്ന് സംയുക്തമായിട്ട് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എസ്കലേറ്ററിൻ്റെ അടുത്ത് ആ വേസ്റ്റേക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 2 ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടപ്പെട്ട് അത് നമ്മൾ എടുത്ത് അതിനകത്ത് നോക്കിയതിൽ അതിനകത്ത് കഞ്ചാവാണെന്ന് കണ്ട് 7 പൊതികളിലായിട്ട് പൊതിഞ്ഞു വെച്ച കഞ്ചാവാണെന്ന് കണ്ട് നമ്മളത് മാസ്റ്റർപ്രകാരം ബന്ധപ്പെടുക്കാനുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 കിലോ 905 ഗ്രാം കിലോ കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. മീഡിയ ടൈം തൃശൂർ. മതിലകത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി തീണ്ടിക്കൽ ഹസീബ്, പെരിഞ്ഞനം പള്ളിവളപ്പ് തേരുപറമ്പിൽ പ്രിൻസ്, കണ്ടശം കടവ് കാരമുക്ക് ഓളാട്ട് വീട്ടിൽ ബിനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഒക്ടോബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ID ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയത്. ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കി വിടുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഘത്തിലെ 2 പേർ സംഭവം നടന്ന ഉടൻ പിടിക്കപ്പെട്ടു. രക്ഷപ്പെട്ട 3 പേർ കൊടൈക്കനാൽ, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. അറസ്റ്റിലായ ഹസീബിന് മതിലകം, കയ്പമംഗലം, വലപ്പാട്, കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി 15ഓളം കേസുകൾ നിലവിലുണ്ട്. പ്രിൻസിന് കാട്ടൂർ, പുത്തൻകുരിശ് എന്നിവിടങ്ങളിലായി 2ഉം ബിനുവിന് വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിലായി 3ഉം കേസുകളുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI മാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI പ്രജീഷ്, CPOമാരായ ഷിഹാബ്, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു. ചില്ലറകൾ ഉപേക്ഷിച്ച് നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് കവർന്നിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ എത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. എങ്ങനെയാണ് മോഷ്ടാവ് അകത്ത് കയറി എന്നതിനെ കുറിച്ച് അറിവില്ല. വാതിൽ കുത്തിപ്പൊളിക്കുകയോ ഓടിളക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. മാള പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 2 മാസങ്ങൾക്ക് മുൻപും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത പുതുക്കാട് കാറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്ന കാറിനടിയിൽ അകപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊരട്ടി സ്വദേശി ഇളന്നം കുന്നപ്പുഴ വീട്ടിൽ 26 വയസ്സുള്ള ജസ്റ്റിൻ ജോയ്ക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന കാർ ഇടിച്ച് മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്നിരുന്ന കാറിനടിയിൽ അകപ്പെടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തിയാണ് ബൈക്ക് യാത്രികനെ പുറത്തെടുത്തത്. പുതുക്കാട് പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അന്നമനട പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്കായി അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. ചിരിക്കിലുക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചുമക്കളുടെ കലാപരമായിട്ടുള്ള അഭിരുചികളെ വളർത്തിയെടുക്കാനുള്ള നല്ല ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ അംഗൻവാടികളിലും അധ്യാപകർ തീർച്ചയായും നമ്മുടെ മക്കളുടെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ തിരിച്ചറിയുന്നതിനും കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മക്കളുടെ പ്രാഥമികമായിട്ടൊരു ഘട്ടത്തിൽ തന്നെ എന്താണ് നമ്മുടെ മക്കളുടെ അഭിരുചി, അതിനനുസൃതമായിട്ട് എങ്ങനെയാണ് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ നമ്മൾ പങ്കാളികളാവേണ്ടതായിട്ടുള്ളത്, അവരെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്, അവരുടേതായിട്ടുള്ള എല്ലാ കഴിവുകളെയും എങ്ങനെയാണ് സമൂഹ മധ്യത്തിൽ അപകർഷാബോധങ്ങളില്ലാതെ തന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്,
അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലേക്കും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന നിലയിൽ തന്നെ അംഗൻവാടിയെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടേതായിട്ടുള്ള അഭിരുചികൾ കൂടുതൽ അറിയാൻ കഴിയുന്നത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ്, അവരുടെ കൂടെ നിൽക്കുന്നവർക്കാണ്, രക്ഷിതാക്കൾക്കാണ്. അതിനനുസൃതമായിട്ട് തന്നെ അവരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ എല്ലാം കാണേണ്ടതായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു വേദി, കൂട്ടായ്മയുടേതായിട്ടുള്ള വേദി, അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൊച്ചുമക്കളുടെയും തദ്ദേശഭരണ സമിതി അംഗങ്ങളുടെയും എല്ലാം. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ, KA ഇക്ബാൽ, രവി നമ്പൂതിരി, സുമേഷ് കുമാർ, ഷീജ നസീർ, CK ഷിജു, സുനിത സജീവൻ, ആനി ആൻഡ്രു, ഡേവീസ് കുര്യൻ, ICDS സൂപ്പർവൈസർ സവിത ശശി എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു. പഞ്ചായത്തിലെ 31 അംഗൻവാടികളിൽ നിന്നായി 290ഓളം കുട്ടികൾ പങ്കെടുത്തു. എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. പൊയ്യ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ കരാർ കൈമാറ്റ ചടങ്ങ് നടന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8,05,00,000 രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ആരംഭം കുറിക്കുന്നത്. നമുക്കറിയാം, പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ, ഒത്തിരി പദ്ധതികൾ നമ്മുടെ ഈ കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ജലജീവനും ജലനിധിയും ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം ഉൾപ്പെടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. അതോടനുബന്ധമായിട്ടുള്ളൊരു പദ്ധതി തീർച്ചയായിട്ടും പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ സമ്പൂർണ്ണമായിട്ട് നമുക്കറിയാം, ഇപ്പോഴുള്ള മേഖലയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. കുടിവെള്ളത്തിനേറെ ക്ഷാമമുള്ള ഒരു മേഖല കൂടിയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത്. ഇതോടുകൂടി തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിലേക്ക് എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാനുള്ള നല്ലൊരു പദ്ധതിക്ക് ഇവിടെ രൂപം കൊടുക്കുകയും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻറ്റി, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെനി മനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ സണ്ണി കൂട്ടാല, PS സന്തോഷ് കുമാർ, ജോളി സജീവ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുഴൂർ പഞ്ചായത്തിലെ കുണ്ടൂർ കടവിൽ നിന്നും 10 മീറ്റർ നീങ്ങി കിണറും പമ്പ് ഹൗസും സ്ഥാപിക്കുന്നതിനും 3 വാർഡുകളിലൂടെ പൈപ്പ് ലൈൻ ഇടുന്നതിനുമാണ് കുഴൂർ ഗ്രാമപഞ്ചായത്തുമായി പൊയ്യ പഞ്ചായത്ത് കരാർ കൈമാറിയത്. വരന്തരപ്പള്ളി മേഖലയിൽ നിരന്തരം മോഷണം നടത്തിയ 2 പേരെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് ത്വൈബ്, മൂഴിയിൽ ഷൈജിൽ എന്നിവരാണ് പിടിയിലായത്. കച്ചേരിക്കടവ് പാലം പണിക്ക് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് ഇവർ പിടിയിലായത്. മേഖലയിൽ നിരന്തരം മോഷണം നടത്തുന്നുണ്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ പല തവണകളായി പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. SI ജയചന്ദ്രൻ, SIമാരായ അശോക് കുമാർ, അലി ബിജു, ASI ഡാജി, സീനിയർ CPOമാരായ വിബീഷ്, സതീഷ്, ബിജു, രാധാകൃഷ്ണൻ, പ്രസീത എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകളെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ മുഖ്യാതിഥിയായിരുന്നു. എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ ശ്രീജീഷ് പൊയ്യാറ, VB സജിത്, പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, അൺഎയ്ഡഡ് വിഭാഗം PTA വൈസ് പ്രസിഡന്റ് KD സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, KR ഗിരീഷ്, PK മജീദ് എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത 18 വിദ്യാർത്ഥികളെയും സ്കൂളിലെ കായികാധ്യാപകരായ TN സിജിൽ, മുഹമ്മദ് സുഹൈൽ എന്നിവരെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് തനിമ കലാസാഹിത്യവേദി വെള്ളാങ്ങല്ലൂർ ചാപ്റ്റർ അധ്യാപകർക്കായി നടത്തിയ ഹ്രസ്വലേഖന മത്സരത്തിലെ വിജയികൾക്ക് സ്നേഹാദരം നൽകി.
ഒന്നാം സമ്മാനം റിനി KB GUPS വെള്ളാങ്ങല്ലൂർ, രണ്ടാം സമ്മാനം സീനത്ത് പ്രിയരഞ്ജിനി GUPS കരിമാത്ര, മൂന്നാം സമ്മാനം ഗീത CM GUPS വെള്ളാങ്ങല്ലൂർ എന്നിവരെയാണ് ആദരിച്ചത്. വെള്ളാങ്ങല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ഷംസുദ്ദീൻ വെളുത്തേരി ഉപഹാരം നൽകി. പ്രധാന അധ്യാപിക ഷീബ AK അധ്യക്ഷത വഹിച്ചു. തനിമ വെള്ളാങ്ങല്ലൂർ ചാപ്റ്റർ പ്രസിഡന്റ് അൻവർ MA, കൺവീനർ TA മുഹമ്മദ് റാഫി, ഷഫീർ കരിമാത്ര, സലീം കരിപ്പടന്ന, ഷീല K തോമസ് എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി സൗത്ത് SNV LP സ്കൂളിലെ കുട്ടികളുടെ പാർക്കിന്റെയും പുതിയ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടത്തി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. കുട്ടിപ്പാട്ടുകാരി അനുഷ്ക സാരിഷ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക സ്മിത ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ VV ജയൻ, PA ഷമീർ, PTA പ്രസിഡന്റ് ലിനി ലാൽ കൃഷ്ണ, അധ്യാപിക VJ വിജി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ തകരാർ ഉടൻ പരിഹരിച്ച് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടും ക്രിമിറ്റോറിയം വിഷയത്തിൽ നഗരസഭാ ചെയർമാന്റെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ സമരക്കാരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. TP ജോണി, MN ശശിധരൻ, MN ഗോപി, KA അജിതൻ, PO ബിനു, PS സന്തോഷ്, കൗൺസിലർമാരായ CS സുരേഷ്, ഷൈജ സുനിൽ, ലില്ലി ജോസ്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ ആരംഭിച്ച കേരള ഗ്രോ ബ്രാൻഡ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ MP അനൂപ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജെനീഷ് P ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ്, KP ജെയിംസ്, PK ജേക്കബ്, PV സ്വാതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നെഹ്റു സ്മരണയിൽ ഇന്ന് ശിശുദിനം ആഘോഷിച്ചു. ജാതിമത വേർതിരിവില്ലാതെ പരസ്പര സ്നേഹത്തിൽ കെട്ടിപ്പടുക്കേണ്ടതാണ് കുട്ടികൾക്കിടയിൽ സൗഹൃദമെന്ന സന്ദേശം പകർന്നു നൽകിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരവാണ് ഈ ദിനത്തിലെ ആഘോഷങ്ങൾ. മാള ഉപജില്ലാ കലോത്സവം സമാപിച്ചു. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഫസ്റ്റ് നേടി. ജനറൽ വിഭാഗത്തിൽ 504 പോയിന്റ് നേടിയാണ് സ്കൂൾ ചാമ്പ്യന്മാരായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.